ഡിജിറ്റൽ വേൾഡിലാണ് അല്ലേ, ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് കൺസേൺസ് ഉള്ള പേരൻസ് ആണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ടൈം കൂടിയായി, ഫോണില്ല അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്ന ഫേസിലാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഡോക്ടർ ഇന്ദുലേഖ, പ്രത്യേകിച്ച് ഡോക്ടറിന് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ കൂടി ആയിരിക്കും കുട്ടികളുടെ ബ്രെയിനിനെ കുറിച്ച് സംസാരിക്കാൻ, അല്ലേ? ഈ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സ്ക്രീൻ ടൈമിനോടൊക്കെ കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാവുന്നത് മുതിർന്നവരെ കഴിഞ്ഞും കൂടുതലാണ്. എന്തായിരിക്കും അതിനുള്ളൊരു റീസൺ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ഈ അഡിക്ഷൻ കുട്ടികൾക്ക് മാത്രം എന്നുള്ളൊരു മിഥ്യാധാരണയാണ് കേട്ടോ. നമ്മൾ പലർക്കും ഉള്ളൊരു കാര്യമാണത്. അത് കുട്ടികളിൽ ബിക്കോസ് നമുക്ക് പറയാൻ ഈസി, ഒരുപാട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അഡൾട്ട്സിലാണ്. കുട്ടികൾക്കത് പ്രകടമായിട്ട് കാണുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കുട്ടികളെ ചൂണ്ടിക്കാണിക്കാനാണ്. ഈ ചൂണ്ടുവരൽ നമുക്ക് ഇങ്ങോട്ടാണെന്നുള്ള നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് അഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ, ഈ ആപ്പും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവർ നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ നമ്മളുടെ ബ്രെയിനിനേക്കാളും ഒരു 10 സ്റ്റെപ്സ് മുമ്പിൽ കണ്ടിട്ടായിരിക്കും അവരിതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും കോഡ് ചെയ്യുന്നതുമെല്ലാം. ഇത് ബ്രെയിനിനെ സംബന്ധിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാനും ഉള്ളൊരു ടെൻഡൻസി, എസ്പെഷ്യലി ഇപ്പോൾ ഏജ് ഗ്രൂപ്പ്, നമ്മളിപ്പോൾ ടീനേജ് ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏജിൽ 4 ബ്രെയിൻ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ അഡിക്ഷൻ എന്നുള്ളത് ഈ 4 ബ്രെയിൻ ചേഞ്ചസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ലാണ്ട് വരിക. എന്താണ് അഡിക്ഷൻ എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തത കിട്ടുന്നുള്ളൂ. ഞാനൊരു സാധനം യൂസ് ചെയ്യുന്ന ഒരു ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുക്സ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഒരു ആക്ടിവിറ്റി എൻ്റെ ഫങ്ഷനിങ്ങിനെ അഫക്റ്റായി തുടങ്ങുമ്പോൾ, എൻ്റെ വൈകാരികമായിട്ടുള്ള ഫങ്ഷനിങ് ആയിരിക്കും, എൻ്റെ ഭൗതികപരമായിട്ടുള്ള ഫങ്ഷനിങ് ആയിരിക്കാം, എല്ലാ തലത്തിലുമുള്ള ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിന് അഡിക്ഷൻ എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. ഓവർ യൂസും അഡിക്ഷനും തമ്മിലും ഡിഫറൻസ് ഉണ്ട്. അത് പലർക്കും മനസ്സിലാവുന്നില്ല. കുട്ടികൾ അധികവും ഓവർ യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമ്മളതിനെ എൻ്റെ മോനൊരു ഇന്ന് 5 മണിക്കൂർ ടി വി കണ്ടു, 5 മണിക്കൂർ അവൻ ടി വിക്ക് അഡിക്റ്റഡായി, അങ്ങനെ പറയരുത്. ആക്ച്വലി ഇന്ന് ചിലപ്പോൾ 5 മണിക്കൂർ ടി വി കാണുന്ന ഒരു കുട്ടി ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും കാണുന്നത്. ഓവർ യൂസ്ഡ് ആയിരിക്കാം, പക്ഷെ അഡിക്റ്റഡ് ആകണമെന്നില്ല. പക്ഷേ കൺസേൺഡ് ആകേണ്ട സമയത്ത് എവിടെയാണ് കൺസേൺ എന്നുള്ളത് വി ഹാവ് ടു നോ. ഇതാണ്. സോ ഓൺലി തിങ് ഈസ് എങ്ങനെയാണ് അഡിക്റ്റഡ് ആവുന്നതെന്ന് ഡിഫറെൻറ്റ് ലെവലുണ്ട്. പക്ഷേ ഡിഫറൻസ് ഇപ്പം ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓവർ യൂസും അഡിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ പകുതി സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും.